എല്ലാവരും നമ്മുടെ അൻവറിനെ കളിയാക്കാണ്. കാരണം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് MV ഗോവിന്ദനെ ആക്കിയത് അൻവറാണെന്നാണ് അൻവർ അവകാശപ്പെടുന്നത്. പിണറായിയുടെ താല്പര്യം P ശശിയാക്കാനായിരുന്നു. എന്നാൽ അങ്ങനെ വന്നാൽ മരുമോന് റിയാസിന് വലിയ സ്വാധീനം ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗോവിന്ദനെ അൻവർ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആക്കി. കേൾക്കുമ്പോഴേ ആളുകൾ പരിഹസിക്കുന്ന ഒരു വെടിയായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ അങ്ങനല്ല, അതിനകത്ത് എന്തോ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തു തോന്നുന്നു? ഒരുപാട് കാലം CPM-ന്റെ കാര്യങ്ങൾ ഇങ്ങനെ ചികഞ്ഞ് എഴുതിയ മനോരമയുടെ സൂപ്പർ സ്റ്റാർ CPM പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് കൂടിയായ രാമേന്ദ്ര സാറിന് എന്താ ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ പിണറായി വിജയനെ ഫോണിൽ വിളിച്ചൊരു ഉച്ചയ്ക്കാണ്. കാരണം പിണറായി വിജയൻ CPM-ന്റെ സെക്രട്ടറി ആയി ആദ്യം. അത് കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് പോയി. മന്ത്രി ആയിരിക്കുമ്പോഴാണല്ലോ സെക്രട്ടറി ആകുന്നത്, വൈദ്യുത മന്ത്രിയൊക്കെ ആയിരുന്നപ്പോ. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ടുണ്ട്. അപ്പൊ വീട്ടിലെത്തിയോ അന്ന് നമുക്ക് ഈ മൊബൈൽ പരിപാടികളില്ലല്ലോ, വീട്ടിൽ തന്നെ വിളിക്കണം. വാർത്തയൊക്കെ പലപ്പോഴും നമുക്കതുകൊണ്ട് പലതും കിട്ടാൻ ഇന്നത്തെ പോലെ നടക്കില്ല. പുള്ളി ഫോൺ എടുത്ത് സംസാരിച്ചു. അപ്പൊ എങ്ങനെയായിരുന്നു ഇത്, ഏത് തരത്തിൽ ഗ്രൂപ്പ് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണല്ലോ നമുക്കറിയുന്നത്. ഞാൻ ഗ്രൂപ്പ് എന്നൊന്നും ചോദിച്ചില്ല, ഇത് എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിച്ചു. പ്രോസസ്സൊന്നും ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു വിജയൻ. അപ്പൊ സംഗതിയൊക്കെ ശരിയാണ് ഇങ്ങനെ, പക്ഷെ പ്രോസസ്സൊന്നും ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ പ്രോസസ്സ് അടുത്ത ദിവസം പത്രത്തിൽ ഞാൻ എഴുതി. അതിന് പത്രത്തിന്റെ അകത്ത് എനിക്ക് അവാർഡും കിട്ടിയിരുന്നു. കാരണം VS ഗ്രൂപ്പിന്റെ പിന്തുണ അദ്ദേഹത്തിന് കിട്ടിയിരുന്നു മറ്റേതിന് പുറമെ എന്നുള്ളത്. അന്ന് CIT ഗ്രൂപ്പിനെതിരെയായിരുന്നു അല്ലെ, ബാലാനന്ദൻ ഗ്രൂപ്പിനെതിരെയായിരുന്നു പോരാട്ടം. അങ്ങനെയാണ് VS പക്ഷത്തിന്റെ പിന്തുണയോടെ, VS-ന്റെ അനുഗ്രഹ ആശീർവാദങ്ങളോടെ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആവുന്നത്. അങ്ങനെയാണ്. അപ്പോ ആ VS-ന്റെ ആ ചേരിയുടെയും കൂടി പിന്തുണ ചടയൻ ഗോവിന്ദന്റെ മരണത്തിന് ശേഷം ചടയൻ ഗോവിന്ദൻ, നമ്മൾ ചിലപ്പോഴൊക്കെ ആ പാർട്ടിയുടെ കാര്യത്തിലും മറ്റു ചില പാർട്ടികളും കൂടി നോക്കുമ്പോൾ ഈ ചടയൻ ഗോവിന്ദൻ ശരിക്കും ഈ ക്യാൻസർ ബാധിതനാണല്ലോ, ലണ്ടനിലൊക്കെ പോയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ പാലക്കാട് സമ്മേളനം നടക്കുന്നത്. അപ്പൊ ഞാൻ ശിവദാസ മേനോനോട് ചോദിക്കുന്നുണ്ട്, ഈ ചടയന് അസുഖമൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ മാറ്റാൻ, ഞങ്ങൾ മനുഷ്യത്വമുള്ളവരാണ് അദ്ദേഹം പറഞ്ഞാണ്. അപ്പൊ ചടയൻ തന്നെ സെക്രട്ടറി ഞാൻ തലേന്ന് തന്നെ എഴുതുന്നുണ്ട് ഈ ഒരു വാചകത്തിന്റെ അടിസ്ഥാനത്തിൽ. ഞങ്ങൾ മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മാറ്റമില്ലാതെ തന്നെ അതൊക്കെ ഒരു മനുഷ്യത്വത്തിന്റെ ഭാഗമാണ്. നല്ല ആളുമാണ് ചടയൻ. സത്യത്തിൽ CPM-ന്റെ കേരളത്തിലെ തകർച്ച ആരംഭിക്കുന്നത് ചടയന്റെ മരണത്തോടെയാണ്. അതെ, നമുക്ക് എപ്പോഴും ആക്സസിബിൾ ആയിരുന്ന ഒരാള്. ഞാൻ ചടയന്റെ മുമ്പിൽ പോയിരുന്നിട്ട് ചടയനോട് സംസാരിച്ചിട്ടാണ് ഈ അഴീക്കോടൻ രാഘവൻ മരിച്ചിട്ട് ഇത്ര കൊല്ലം എന്നൊക്കെ പറഞ്ഞിട്ടേ ചടയൻ ഗോവിന്ദൻ എന്നുള്ള പേരിൽ മനോരമയിൽ ലേഖനമൊക്കെ വരുന്നതൊക്കെ ഇങ്ങനെയാണ്. പോയി സംസാരിച്ചിരിക്കും, നിങ്ങൾക്കറിയാലോ മോനെയും കൊന്ന് സമരം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിൻ്റെ അകത്ത് ഈ അൻവർ സത്യത്തിൽ ഈ ട്രംപ് അവകാശപ്പെടുന്നില്ലേ കുറെ കാര്യങ്ങൾ. ഇപ്പോ ലോകത്ത് ചെല്ലുന്നത് മുഴുവൻ നടക്കുന്ന മുഴുവൻ പാർവതി ഗർഭിണിയാണ്, ഇത് നമ്മളാ എന്ന് പറയില്ലേ എട്ടുകാലി മമ്മൂഞ്ഞ്. അതിന്റെ ആ ബഷീർ കഥാപാത്രത്തിന്റെ ഒരു അവതാരമായിട്ടാണ് ഇപ്പോ അൻവർ നിൽക്കുന്നത്. എന്നാലും ഇതൊരു കടന്ന കൈയല്ലേ? CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തീരുമാനിച്ചത് ഞാനാണ് എന്തൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ, അപ്പൊ ഒന്നുമില്ലാണ്ട് അൻവർ അങ്ങനെ പറയുമോ? ഞാൻ എന്തെങ്കിലും ഉണ്ടാവും എന്ന് അങ്ങയുടെ സംശയം പോലെ തന്നെ ഉണ്ടാകാമല്ലോ എന്ന് തോന്നിയിട്ട് ഈ വാർത്ത മുഴുവനായിട്ട് വായിച്ചു നോക്കുമ്പോൾ അതിൽ സബ്സ്റ്റൻസ് ഇല്ല. ഈ പറഞ്ഞ പ്രോസസ് ഇല്ലേ, പ്രോസസ് അതിൻ്റെ അകത്തില്ല. അങ്ങനെ ആക്കുമ്പോൾ എങ്ങനെ P ശശിയെ വെട്ടി, എങ്ങനെ ഇദ്ദേഹത്തിന് കൊണ്ടുവന്നു എന്നുള്ളൊരു വിഷയം വേണമല്ലോ. ഇതിൻ്റെ അകത്ത് അൻവർ കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് പറയുന്നതിന്റെ തുടർച്ച മാത്രമാണത്. കാരണം അൻവറിന്റെ പോരാട്ടം മുഴുവൻ P ശശിക്കെതിരെയായിരുന്നു. P ശശിയാണ് ഈ MR അജിത് കുമാറിനെ പോലെയോ വേറെ ആളുകളെയൊക്കെ വെച്ചിട്ട് പലതും ചെയ്യുന്നത്. ശശി അവിടെ സെക്രട്ടറി ആയിരുന്നുകൊണ്ട് പോലീസിനെ ഭരിച്ചിട്ടാണ്. ശശിയോട് ഞാൻ അത് പറഞ്ഞു, ശശി ആ സഹായം എനിക്ക് ചെയ്തു തന്നില്ല. അൻവറിന് ഒരുപാട് ബിസിനസ്സിൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ സ്വത്തും അങ്ങനെ എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ. സാമാന്യം നല്ല 35 കോടിയോ സ്വത്തുണ്ട് എന്നുള്ളത് ആ സത്യവാങ്മൂലമുണ്ടല്ലോ. കാശൊക്കെ ഉണ്ട് അത്യാവശ്യം.
ഒരു ഭാര്യയ്ക്ക് ഇത്തിരി സ്വത്ത് കൊടുത്തിരിക്കുന്നത് കുറവാണ്. ആ ഭാര്യ അൻവറിനെതിരെ പോരാടണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഒരു ഭാര്യയ്ക്ക് 12 കോടിയോ മറ്റുള്ളപ്പോ മറ്റേ ഭാര്യയ്ക്ക് 3 കോടിയേ ഉള്ളൂ. അതെ അതെ, വളരെ മോശമാണ്, വളരെ മോശമാണ്. ഒരു ഭാര്യയോട് വിവേചനം കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും കാരണം കാണും, എന്തെങ്കിലും കാരണം കാണും അതിൻ്റെ അകത്ത്. അത് ശ്രീനിവാസന്റെ ഏതോ ഒരു കിളിച്ചുണ്ടൻ മാമ്പഴം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമയൊക്കെ ഓർമ്മ വരും ഈ കണക്കൊക്കെ നോക്കുമ്പോൾ. അപ്പൊ ഈ പ്രോസസ്സ് പറഞ്ഞില്ല. അപ്പൊ ശശിക്കെതിരെ പോരാടുന്നതിന്റെ ഭാഗമായിട്ട് ശശി അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്ന് താങ്ങിക്കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഇടയിൽ ശശി ഞാനാണ് നിനക്ക്. പക്ഷേ അത് ശശിക്കൊക്കെ അറിയാലോ, കാരണം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയെ തീരുമാനിക്കുന്നതിനകത്ത് പോളിറ്റ് ബ്യൂറോയ്ക്ക് ഒരു സേ ഉണ്ട്, കേന്ദ്ര കമ്മിറ്റിക്ക് സേ ഉണ്ട്, നിലവിൽ ഒഴിയുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ഒരു സേ ഉണ്ട്. അവിടെ ഒന്നും അംഗമല്ലാത്ത, ആ യോഗം നടക്കുമ്പോൾ അതിൻ്റെ 7 അയലത്ത് പോലും നിൽക്കാനുള്ള പെർമിഷൻ പോലും കിട്ടാത്ത അൻവർ ഇങ്ങനെ പറഞ്ഞാൽ അതൊരു വലിയ വെടിയായിട്ടല്ലേ കണക്കാക്കാൻ പറ്റുള്ളൂ. വെടി എന്ന് പറഞ്ഞാൽ തള്ളല്ലേ? അതേ ആണല്ലോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ്, ഇവര് എല്ലാവരും കണ്ണൂർക്കാര് തന്നെ. ഇതിൻ്റെ അകത്ത് വലിയ സേ എന്ന് പറയുന്നത് പിണറായി വിജയന്റെ തന്നെ. തീർച്ചയായിട്ടും എന്താ സംശയം? അത് മാത്രമല്ല, ഈ ശശി സംസ്ഥാന സെക്രട്ടറി ആകുമെന്ന് അത്ര എളുപ്പമല്ല. ശശി കേന്ദ്ര കമ്മിറ്റി അംഗം പോലും ആയിരുന്നില്ല. അല്ല, സെക്രട്ടേറിയറ്റിലും ഉണ്ടായിരുന്നില്ല. സെക്രട്ടേറിയറ്റിലും കേന്ദ്ര കമ്മിറ്റിയിലും ഇല്ലാത്ത ശശിയെ സംസ്ഥാന സെക്രട്ടറി ആക്കും എന്ന് പറഞ്ഞാൽ അത് അചിന്ത്യമാണ്. അത് നടക്കുന്ന കാര്യമേ അല്ല. ആ മദ്രാസിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ വെച്ചിട്ടാണ് നായനാര് തന്നെ ഇതിലേക്കൊക്കെ വരുന്നത്. പിന്നെ ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് പിന്നെ PB-യിലേക്കൊക്കെ മുഖ്യമന്ത്രി ആയതുകൊണ്ട്. അതെ, അതിന് ഒരുപാട് പ്രോസസ്സുകളുണ്ട്. ഇപ്പൊ നമ്മള് ഒരു പാർട്ടി കോൺഗ്രസിലേക്ക് കേരള സംസ്ഥാനത്തിന്റെ പ്രതിനിധികളെ നയിക്കുന്ന ആൾ, പ്രതിനിധി സംഘത്തെ നയിക്കുന്ന ആൾ സ്വാഭാവികമായിട്ടും CC-യിൽ വരും. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. അതുകൊണ്ട് EP ജയരാജൻ, ഞാൻ ഡൽഹി പാർട്ടി കോൺഗ്രസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ EP ജയരാജനായിരുന്നു കേരള സംഘത്തിനെ നയിക്കുന്നത്. ആ നയിച്ച ആളെ CC-യിൽ എടുക്കും, അങ്ങനെ ഉണ്ട്. അപ്പൊ EP ജയരാജന് CC-യിൽ എത്താൻ വേണ്ടി ജയരാജന് മോഹം ഉണ്ടാവുമല്ലോ, എന്നാ പിന്നെ ഇങ്ങനെ ചെയ്യുന്ന പിണറായി ചെയ്തു കൊടുത്തതായിരിക്കണമല്ലോ. അതെ. അപ്പൊ അങ്ങനെ ഇത് ആരായിരിക്കണം എന്തായിരിക്കണം എന്നുള്ളതിനെ പറ്റി എന്തായാലും പിണറായിക്ക് അതിനെ പറ്റിയിട്ടുള്ള ധാരണകളൊക്കെ ഉണ്ട്. ഈ അൻവർ പറയുന്നത് ശരിയാകണം എന്നുണ്ടെങ്കിൽ പിണറായിയെ കൊണ്ട് ശശിയെ വെട്ടിച്ചിട്ട് മറ്റേ ഗോവിന്ദനെ എടുപ്പിക്കണമല്ലോ. പിണറായി വഴിയേ നടക്കുള്ളൂ. അതാണ്. അതെങ്ങനെയാണ് പുള്ളിക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്? പിണറായിയെ ഞാൻ ഇങ്ങനെ ശരിപ്പെടുത്തി സ്വാധീനിച്ചു ശശി വേണ്ട, നമുക്ക് ഗോവിന്ദൻ മതി എന്ന് ഞാൻ പിണറായിയെ കൊണ്ട് തീരുമാനിപ്പിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണിത്. അങ്ങനെ പറഞ്ഞാലും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ശശി ഈ പറഞ്ഞ കമ്മിറ്റികളിലൊന്നുമില്ല, സ്ഥാനങ്ങളിലും ഇല്ല. നായനാരൊക്കെ ആകുന്ന കാലത്തുമൊക്കെ നായനാര് മറ്റേ സെക്രട്ടേറിയറ്റിലും ഒക്കെ ഇല്ല. സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരാളെയാണല്ലോ സ്വാഭാവികമായിട്ട്. റിയാസിന് വേണമെങ്കിൽ അൻവറിന് പറയാമായിരുന്നു, റിയാസിനെ എടുക്കാനായിരുന്നു ഉദ്ദേശം. പക്ഷെ ഞാൻ അത് പറഞ്ഞ കുറച്ചുകൂടി ലോജിക് ഉണ്ട് അതിൻ്റെ അകത്ത്. അതിപ്പോ നേരത്തെ രാമേന്ദ്രൻ സാർ പറഞ്ഞു, ഈ ട്രംപ് പറയുന്നത് പോലെയാണ്, ട്രംപിന് ഇപ്പൊ കാണിക്കുന്ന പോലെയൊക്കെയാണ് അൻവർ പറയുന്നത്. ഇപ്പൊ ട്രംപിന് പ്രാന്താണെന്നാ പറയുന്നത്. അപ്പൊ അൻവറിനും കുറച്ചുകൂടി സംസ്കൃതത്തിലാവുമ്പോ സ്ഥലജല വിഭ്രാന്തി എന്ന് പറയാം. കാരണം ഒന്നാമത് ഇങ്ങനെ രാജിവെച്ച അതുകൊണ്ടുണ്ടായ ഒരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പില് ഈ രാജിവെച്ച ആള് തന്നെ പിന്നെയും കയറി മത്സരിക്കുക. എന്നാ പിന്നെ അങ്ങനെ ഇരുന്നാ പോരായിരുന്നു. CPM-ന്റെ സഹായം കൊണ്ട്, പിണറായിയുടെ സഹായം കൊണ്ട് കിട്ടിയ സീറ്റാണ്, അതെനിക്ക് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മത്സരിച്ച് കാണിച്ചു തരാം എന്നുള്ളതായിരിക്കും. അതെ, ജനപിന്തുണ എത്രയാണെന്ന് കാണിച്ചു തരാന്നാണല്ലോ പറയുന്നത്. അത് ജനപിന്തുണ ഇപ്പൊ വ്യക്തമാവുമല്ലോ, എത്ര വോട്ട് സ്വന്തം നിലയ്ക്ക് പിടിക്കാൻ പറ്റുന്നുള്ളത്. ഏതെങ്കിലും ഒരു ഈ അൻവർ പറഞ്ഞല്ലോ മറ്റേ ഈ ഗോവിന്ദനെ ഞാനാക്കി എന്നൊക്കെ. ഈ അൻവർ സ്ഥാനാർത്ഥിയാകുന്നത് എങ്ങനെയാ? അൻവർ അതൊന്ന് തിരിഞ്ഞു നോക്കണ്ടേ? അൻവറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി തീരുമാനിക്കുന്നത് CPM-ലെ ആരാണ്? പിണറായി വിജയനാണ്. ആണ്. അപ്പൊ അൻവറിനെ തന്നെ ഈ ഒരു കളിമണ്ണിൽ നിന്ന് വിഗ്രഹമൊക്കെ ഉണ്ടാക്കുന്ന പറയുന്ന പോലെ അൻവറിന് അവിടെ ഒരു ഇതിനകത്ത് അൻവർ ശശിയെ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ റിയാസിനെ പിടിച്ചിട്ടു. അതെന്തിനാണ്? റിയാസുമായിട്ട് നിലവിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ അൻവറിന്. പക്ഷെ റിയാസിനെ ആക്കാതിരിക്കുക, റിയാസിന്റെ വളർച്ചയ്ക്ക് തടയിടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അല്ല, റിയാസ് സ്വാഭാവികമായിട്ടും
ഇപ്പോ പിണറായിയുടെ തണലിൽ വളർന്നു എന്നൊരു പൊതു ബോധമുണ്ടല്ലോ. മലബാറിൽ ഇപ്പോ ഭരണത്തിൽ ഉള്ളത് കൊണ്ട് മന്ത്രി എന്നുള്ള നിലയ്ക്കും ആ മരുമകൻ എന്ന നിലയ്ക്കും ആ സമൂഹത്തിന്റെ ഉള്ളിൽ, അതായത് മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ അൻവറിന് വലിയ വിലയുണ്ടാവും. ഇല്ല, പക്ഷെ റിയാസിനുണ്ട്. കാരണം അതൊരു കച്ചവട സമുദായമല്ലേ. അതെ, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പോയി പറയാനായിട്ട് ഇപ്പൊ ആരാളുള്ളത്? റിയാസേ ഉള്ളൂ. ശരിയാണ്. അതിൽ വല്ലാതെ അസ്വസ്ഥരാണ്, ഭയങ്കര അസ്വസ്ഥന അൻവർ. അൻവറിന് ഇപ്പോ യാതൊന്നും ഇല്ല. MLA ആയിരുന്നപ്പോ ആരെങ്കിലും ഒക്കെ വിളിച്ച് വരട്ടൊക്കെ ചെയ്യാം, ഇല്ലേ? SA എങ്കിലും വിളിച്ച് വരട്ടാൻ പറയും. അതെ, രണ്ടു തെറിയും കേൾക്കും. പിന്നെ അൻവറിനെ ആരാണ് വിശ്വസിക്കുന്നത്? പണ്ട് സുജിത് ദാസ് എന്ന് മറ്റേ പറഞ്ഞൊരു പോലീസുകാരൻ മാപ്പാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മര്യാദയ്ക്ക് സംസാരിച്ച മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ട് നാട്ടുകാരെ മുഴുവൻ മാപ്പാക്കണമെന്ന് പറഞ്ഞ് അൻവറിന്റെ മിടുക്കൊണ്ടൊന്നല്ല, അൻവർ പിണറായിയുടെ ഗുഡ് ബുക്കിലുള്ളത് കൊണ്ടാണ്. അതാണ് ആ ഭരണത്തിന്റെ ഭാഗമാണ് എവിടെയും കയറി ഇറങ്ങി നടക്കാന്നുള്ളതാണ്. ഇപ്പൊ ആ വില കിട്ടുന്നില്ലല്ലോ, ഇല്ല. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലാത്ത അവസ്ഥയിലാണ്. ഒരു വോട്ടും കിട്ടാനും പോകുന്നില്ല. ഇതിന്റെ അകത്ത് ആരുടെ വോട്ട് പിടിക്കും? എല്ലാവരെയും ചീത്ത പറഞ്ഞു. അതായത് ആർക്കെങ്കിലും പിന്തുണ കൊടുക്കാൻ പിൻവലിച്ചിട്ട് ഷൗക്കത്തിന് പിന്തുണ കൊടുക്കാൻ പറ്റാത്ത നില വന്നു. കാരണം ഷൗക്കത്ത് പാഠമൊന്ന് വിലാപം എടുത്തത് മുസ്ലിം സമുദായത്തിന് എതിരാണെന്നൊക്കെ പറഞ്ഞിട്ടും പത്രസമ്മേളനം നടത്തി. അത് കഴിഞ്ഞിട്ട് പിൻവലിച്ചിട്ട് ഇയാളുടെ പിന്തുണ കിട്ടിയാൽ തന്നെ ഷൗക്കത്തിന് വല്ല വിലയുണ്ടാവും. ആ അവസ്ഥയിൽ അൻവർ പെട്ടുപോയി അല്ലേ? പെട്ടുപോയി. അൻവർ എന്ന് പറയുന്ന ധൂമകേതുവിന്റെ അവസാന യാത്രയാണിത്. ഈ അവനവനിസം കൊണ്ട് നടക്കുന്ന പരിപാടി ഉണ്ടല്ലോ. ഈ പൊളിറ്റിക്സ് അല്ല അൻവർ പത്രസമ്മേളനങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പൊളിറ്റിക്സ് അയാളുടേത് കറക്റ്റ് ആണെങ്കിൽ അത് പിണറായിസത്തിനെതിരായ പൊളിറ്റിക്സ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അയാള് ഷൗക്കത്തിന് പിന്തുണ കൊടുത്ത് ഷൗക്കത്തിന് ജയിപ്പിക്കുകയാണ് വേണ്ടിയിരുന്നത്. സ്വരാജിനെ തോൽപ്പിക്കുകയും വേണം. അപ്പോഴല്ലേ പിണറായിസം തോൽക്കുള്ളൂ. അൻവർ പക്ഷെ പൊളിറ്റിക്സ് അല്ല, വൈരനിര്യാതനം ആണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ എട്ടുകാലി മമ്മൂഞ്ഞായത്. അല്ല, ഞാൻ ഓർക്കുകയാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഹാലീസ് കോമറ്റ് എന്ന് പറഞ്ഞൊരു ധൂമകേതു, ഞാൻ ധൂമകേതു എന്ന് പറഞ്ഞോട്ടെ. ധൂമകേതുവിനെ കുറിച്ച് പിന്നെ നമുക്ക് കാണാൻ വരുന്നു ഹാലിയുടെ ധൂമകേതു പോകുന്നത്. അപ്പൊ ഈ ഹാലിയുടെ ധൂമകേതു ഇങ്ങനെ സൂര്യന് നേരെ പാഞ്ഞു പോവുകയാണ്. അങ്ങനെ സൂര്യനോട് അടുക്കും നേരം അതിന്റെ വാലില്ലാണ്ട്, അത് മഞ്ഞ് കണങ്ങളോ മറ്റാണ് വാല്, ഇല്ലാണ്ടായിട്ട് ധൂമകേതു ഇല്ലാണ്ടാവും. അങ്ങനെ പിണറായി വിജയന് നേരെ പാഞ്ഞെടുത്ത ധൂമകേതുവായ അൻവർ പതുക്കെ ഇങ്ങനെ ലയിച്ചില്ലാതാവുകയാണോ? അൻവറിന് കേരളത്തിൽ ഒരു മുന്നണിയുടെ കൂടെയൊക്കെ നിന്നാലല്ലേ. അതെ, ഒരു മുന്നണിയിലേക്ക് ഇയാളെ കൂട്ടിച്ചേർക്കുന്നത് നിലമ്പൂർ പോലത്തെ ഒരു സ്ഥലത്ത്. സത്യത്തിൽ ഈ നിലമ്പൂർ മണ്ഡലത്തിലെ ഇത് നോക്കിയോ, ഹിന്ദുക്കളാണ് 5% മുസ്ലിങ്ങളെക്കാൾ കൂടുതലാണ് ഹിന്ദുക്കളവിടെ. അപ്പൊ അതിപ്പോ കേരളത്തിൽ കളമശ്ശേരി മണ്ഡലം മുസ്ലിം ലീഗ് കൊടുക്കുകയും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി സ്ഥിരമായി ജയിക്കുകയും ചെയ്യുന്ന കളമശ്ശേരിയിൽ ഹിന്ദുക്കളാണ് ഭൂരിപക്ഷം. ചേർത്തലയിൽ ഹിന്ദുക്കൾ 85% ജയിക്കുന്നതാരാ? കേരളത്തിലെ ഹിന്ദുക്കൾക്ക് സ്വന്തം ബലമറിയാത്തതിന്റെ ഒരു പരിമിതിയാണ്. അതെ, ഇതിന്റെ അകത്ത് SC ST ഒക്കെ ഉണ്ട് അതിന്റെ അകത്ത്. അതെ, അപ്പോൾ ഒന്നും കത്തിച്ചിട്ടൊന്നും കാര്യമില്ല. പക്ഷെ അൻവർ ഈ പഴയ ഒരു കോൺഗ്രസ് പശ്ചാത്തലത്തിൽ നിന്ന് വന്നൊരാളെ ഈ പണ്ട് ഹംസയൊക്കെ എടുത്തില്ലേ, ഹംസയൊക്കെ എടുത്തതുപോലെ അൻവർ ആവുമ്പോ അൻവർ തന്നെ ചിലപ്പോ കുറെ പൈസ ചെലവാക്കിക്കോളും എന്നൊക്കെ ധരിച്ചിട്ട് ചിലപ്പോ അൻവർ ആ സമയമാകുമ്പോ പിരിച്ചോളുമായിരിക്കും. ഇത്തവണ ആ പിരിവൊന്നും കിട്ടാൻ സാധ്യതയില്ല. കാരണം തോൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഉറപ്പുള്ള ഒരാൾക്ക് പൂട്ടാൻ പോകുന്ന കടയാണ്. അതെ, തൃണമൂലും കാശ് കൊടുക്കാൻ പോകുന്നില്ല. കാരണം തൃണമൂലിന്റെ താല്പര്യത്തിലൊന്നുമല്ലല്ലോ വന്നു നിൽക്കുന്നത്. ഡെറിക് ഒബ്രെയിൻ കേരളത്തിന്റെ ചുമതലയാണെന്ന് ഇടയ്ക്ക് ഞാനൊരു വാർത്ത കണ്ടിരുന്നു. എവിടെ ഒബ്രെയിൻ അല്ലേ? ഒബ്രെയിൻ പോയിട്ട് സ്വന്തമായിട്ടൊരു ബ്രെയിൻ പോലും ഇല്ലാത്ത ആളാണ് അൻവർ ഇപ്പോ. ഏതായാലും അൻവറിന്റെ തമാശ ഈ വർഷം കേട്ട, ഈ 2025 കേട്ട ഏറ്റവും വലിയ തമാശയാണ് ഗോവിന്ദനെ ശശിയെ വെട്ടി സംസ്ഥാന സെക്രട്ടറി ആക്കിയെന്നുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.